തന്നെ കാണാൻ എനിക്ക് താല്പര്യമുണ്ടല്ലോ, ഞാൻ മെസ്സേജ് അയച്ചല്ലോ. അതൊക്കെ ചുമ്മാ പറയുന്നല്ലേ. ഡേയ് അങ്ങനെ പറയരുത്, എനിക്ക് ഫീൽ ആവും. കേശുവിനെ എപ്പോഴും കേശുവിൻ്റെ ഫീല് മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടായിരുന്നു മറ്റേ ആ കുട്ടി ക്രഷിൻ്റെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ എല്ലാവരോടും കമന്റ് ഇട്ട് അങ്ങ് വൈറലാക്കിയിട്ടുണ്ടല്ലോ. എടോ അത് ഞാനൊന്നും ഇട്ടൊന്നുമല്ല, എൻ്റെ കുറേ കൂട്ടുകാരന്മാരുണ്ട്. അവന്മാർക്ക് നമ്മുടെ ഈ കാര്യം ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് പണ്ട് പോലെ അറിയാവുന്നതാണ്. അപ്പം അങ്ങനെ അവന്മാർ എടുത്തിട്ട് വൈറലാക്കിയതാണ് അവന്മാർ. ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ കാണിക്കേ, ഞാൻ ഒന്നിനുമില്ല. ഓ എനിക്ക് മനസ്സിലായി, സംഭവം മനസ്സിലായി, തൻ്റെ പ്രശ്നം എന്തരെന്ന്. എടോ ഒരൊറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അലീന ഫ്രാൻസിസിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഞാനാണോ? കൊണ്ടുവന്നോണ്ടെന്താ, എനിക്കിതൊക്കെ അറിയാൻ പറ്റിയില്ലേ? ഇങ്ങനെ പറയരുത് കേട്ടോ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടവും. അല്ലോ പിന്നെ ഓ, എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ ഓരോരോ കുട്ടി ക്രഷോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പോ ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ പൊക്കി വെച്ചു അടിക്കൊണ്ട് നടക്കാൻ പാടില്ല. ചിരിച്ചങ്ങ് തള്ളണം. എന്നിട്ട് ചിരിച്ചു തള്ളണല്ലോ, വണ്ടടിച്ച് നിൽക്കണല്ലോ വേണ്ടത്. അത് ഞാനിങ്ങനെ അങ്ങനെ നിന്നപ്പോഴേ എടോ എന്തിനാണ് ഇപ്പം ആവശ്യമില്ലാത്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കണേ? അതൊക്കെ ഇങ്ങനെ വിട്. ഇപ്പം എന്തായാലും അലീന പോയല്ലോ. അലീന പോയല്ലോ എന്ന് അതെങ്ങനെ കേശു അറിഞ്ഞു? അലീന പോയ കാര്യം കേശു എങ്ങനെ അറിഞ്ഞു? ഫുൾ അപ്ഡേറ്റഡ് ആണല്ലോ, ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. മെർലിനെ, താൻ ഇങ്ങനെ വെറുതെ എഴുതാപ്പുറം വായിക്കാൻ നിൽക്കരുത്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. ഞാൻ ഒരു എഴുതാപ്പുറം വായിച്ചിട്ടില്ല. കേശുനോട് ഞാൻ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയട്ടെ. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയണത്. പോലെ സീരിയസ് ആയിട്ടൊന്നും കാര്യം പറയണ്ടെന്ന് പറഞ്ഞില്ലേ? ഇപ്പുറത്ത് സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞത് സീരിയസ് ആയിട്ട് പറയാൻ ഇത്രയേ ഉള്ളൂ. കേശു എന്നെ മേലെ വിളിക്കാൻ വേണ്ട, സംസാരിക്കാൻ വേണ്ട, എന്നെ എന്റെ വഴിക്ക് വിട്ടേരെ. താൻ എങ്ങനെ പറഞ്ഞ എങ്ങനെ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ വരും അമ്മ, നല്ല രസമാണ്. ശരിയല്ല മോളെ, എല്ലാ കൊച്ചല്ലയോ? ഏത് കൊച്ചു? മെർലിൻ. മെർലി തന്നെ. ഈ കൊച്ചിന് കേശുവിന്റെ പുറകിൽ നടക്കലാണോ പണി? അമ്മ ഒന്ന് തിരിച്ചു ചിന്തിച്ചു നോക്കിയേ. എന്തോന്ന് എന്ന് വെച്ചാ അമ്മൂമ്മേ, കേശു ചേട്ടൻ മെർലിൻ ചേച്ചിയുടെ പുറകെ നടക്കുവാന്ന് അല്ലേ? കറക്റ്റ്. ഓ അങ്ങനെ. നിങ്ങളൊക്കെ എവിടെ പോയിട്ട് വരുന്നു? നമ്മൾ എവിടെ പോയി എന്നുള്ളതല്ലല്ലോ ഇവിടത്തെ കാര്യം, നമ്മൾ കാണേണ്ടൊക്കെ കണ്ട്. എടാ, ആ കൊച്ചിന് വേറെ ഒരു പണിയില്ലേ? ഈ അമ്മമ്മ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുക, പഠിച്ചു കഴിയുമ്പോൾ തന്നെ ജോലി കിട്ടും. അമ്മായി, അമ്പലത്തിൽ എല്ലാവർക്കും സുഖം തന്നെ? അല്ല, ഞാൻ ഉദ്ദേശിച്ചതേ അമ്പലത്തിൽ പോയിട്ട് എങ്ങനെയുണ്ട്, പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചോന്ന്? നടത്തി. ഒരു ശത്രു സംഹാരവും ഒരു സ്വയംവര പൂജയും നടത്തി, കേശു ബാലചന്ദ്ര തമ്പിയുടെ പേരിൽ. ചേട്ടാ, അലീന ചേച്ചി പോയടി. എന്ത് നന്നായിട്ടൊന്നും പരിചയപ്പെടാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ പരിചയപ്പെടുത്തി തരാവേടി നിനക്ക്. കേശു, ഞാനൊരു കാര്യം പറയാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കല്ലേ. ഇതൊന്നും അത്ര നല്ലതൊന്നും അല്ലേ. എന്താടാ, വീട്ടിലോട്ട് വരുന്നില്ലയോ? വീട്ടിലോട്ട് തന്നെ വരും, അല്ല അവരോടെ പോയി. എന്നാ എളുപ്പം വാ. അമ്മൂമ്മ ചെല്ലു, ഞാൻ വരാം. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.